1950 ബ്രസീൽ ഉറുഗ്വേയോട് വേൾഡ് കപ്പ് ഫൈനലിൽ പരാജയപ്പെടുന്നു. അന്ന് വരെ ആണുങ്ങൾ ഒരിക്കലും കരയില്ല എന്ന് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛൻ ഒട്ടിക്കരയുന്ന കാഴ്ച കണ്ട ഡിക്കോ എന്ന ചെറുപ്പക്കാരന് അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം ഒന്നായിരുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ അച്ഛന്റെ മുമ്പിലേക്ക് അവൻ മെല്ലെ മെല്ലെ നടന്നു ചെന്ന് അച്ഛനോടായി പറയുകയാണ്, അച്ഛാ, താങ്കൾ ഇനി കരയരുത്. നമ്മുടെ രാജ്യത്തിനായി ഒരു വേൾഡ് കപ്പ് ഞാൻ നേടിത്തരും. 9 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മകന്റെ വാക്ക് കേട്ട് അച്ഛൻ ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. ദാരിദ്ര്യം കൊടികുത്തി വാണിരുന്ന ബ്രസീലിൽ അത്ര സുഖകരമായ ഒരു ജീവിതമല്ലായിരുന്നു ഡിക്കോക്ക് ഉണ്ടായിരുന്നത്. എന്നാലും തന്റെ അച്ഛന് നൽകിയ വാക്ക് പാലിക്കാൻ രാപ്പകലെന്ന വേർതിരിവില്ലാതെ കഠിനാധ്വാനം ചെയ്യാൻ അവൻ തീരുമാനിക്കുന്നു. കാലം അതിന്റെ കുത്തൊഴുക്കിൽ സഞ്ചരിച്ചുകൊണ്ടായിരുന്നു. 958 വേൾഡ് കപ്പ് വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അഴിഞ്ഞാടുന്ന കാഴ്ച കണ്ട് അന്ന് വരെ ബ്രസീലിനെ തള്ളിപ്പറഞ്ഞ ഓരോ ആരാധകരും അവന്റെ പേര് പറഞ്ഞ് ഉറക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. മത്സരത്തിൽ 2 ഗോളുകൾ നേടുകയും അച്ഛന് കൊടുത്ത വാക്കവൻ പാലിക്കുകയും ചെയ്യുന്നു. അതും ഒന്നല്ല, രണ്ടല്ല, 3 തവണ. പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല, ഒരു കാലഘട്ടം മുഴുവൻ ഫുട്ബോൾ ലോകം മടക്കി വായ്ന്ന പെലെ എന്ന ഇതിഹാസത്തെ കുറിച്ച് തന്നെയാണ്.